ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രസം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും, ഒരു പിഞ്ച് അളവിൽ ഉലുവയും, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, 2 വറ്റൽമുളകും എല്ലാം കൂടെ നന്നായി പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ശേഷം അതേ ജാറിൽ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയും, ഒരു മീഡിയം സൈസ് ഇഞ്ചി കഷ്ണവും, 2 പച്ചമുളകും, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. ശേഷം ഒരു പാൻ കത്തിച്ച് വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടിയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി എന്നിവയൊക്കെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ശേഷം ഇതിൻ്റെ കൂടെ ഒരു വലിയ തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ രസപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. കൂടുതലൊന്നും തിളക്കരുത്. രസം ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നേരം തിളപ്പിക്കാൻ വെക്കരുത്. വളരെ രുചികരമായിട്ടുള്ള രസമാണ്. ഇതുപോലെയുള്ള രസം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അയക്കാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.